നിഷ്കളങ്കമായ കൃഷ്ണഭക്തിയുടെ സൗന്ദര്യം കൊണ്ട് അനശ്വരമാക്കിയ കുറൂരമ്മയുടെ കഥ കേട്ടാലോ? ഒരുപാട് ഹൃദയത്തിൽ തൊട്ടു നിൽക്കുന്ന അതിമനോഹരമായ കഥ. അമ്മയുടെ യഥാർത്ഥ പേര് ഗൗരി എന്നായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ വേളി കഴിഞ്ഞ അമ്മ അധികം താമസിക്കാതെ തന്നെ വിധവയായി. എപ്പോഴും കൃഷ്ണഭക്തിയിൽ മുഴുകിയിരുന്ന അമ്മയ്ക്ക് തൻ്റെ ബാക്കിയുള്ള ജീവിതം കൃഷ്ണനുള്ള അർച്ചനയായി മാറ്റുവാനായി. പക്ഷേ അമ്മയുടെ കൃഷ്ണഭക്തി മറ്റുള്ളവരുടെ പരിഹാസത്തിനിടയായി. അമ്മയെ ഉപേക്ഷിച്ച് കൂടെയുള്ളവർ താമസം മാറി പോവുകയും ചെയ്തു. അങ്ങനെ കുറൂർ മനക്കിലെ അമ്മ കുറൂറമ്മ തനിച്ചായി. മുഴുവൻ സമയവും കൃഷ്ണചിന്തയിലിരുന്ന ആ അമ്മയ്ക്ക് മുന്നിൽ സാക്ഷാൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചു. കൃഷ്ണ, നീയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവണം. പക്ഷേ യശോദയെ ഉപേക്ഷിച്ച പോലെ എന്നെയും ഉപേക്ഷിക്കരുത്. ഇതായിരുന്നു കുറൂറമ്മയുടെ മറുപടി. അങ്ങനെ അമ്മ ആവശ്യപ്പെട്ടതുപോലെ ഉണ്ണിക്കണ്ണനായി തന്നെ അമ്മയുടെ കൂടെ കൂടി. ഒരു നാൾ പൂജയ്ക്കായി അമ്മ കുത്തിവച്ച അവലിൽ ഉണ്ണിക്കണ്ണൻ ഉമി കലർത്തി വെച്ചു. വേണ്ടെന്ന് പറഞ്ഞിട്ട് അനുസരിക്കാതെ പിന്നെയും കുറുമ്പ് കാണിച്ച കണ്ണനെ ഒരു പാഠം പഠിപ്പിക്കുവാനായി അമ്മ ഒരു കലത്തിൽ മൂടിവെച്ചു. ഇനി എൻ്റെ പണിയെല്ലാം കഴിയുന്നതുവരെ ഇവിടെ നിന്ന് അനങ്ങിപ്പോരുതെന്നും നിർദ്ദേശിച്ചു. എന്നാൽ പാവം തോന്നിയ അമ്മ അല്പം കഴിഞ്ഞ് ഉണ്ണിയെ തുറന്നുവിട്ടു. പക്ഷെ ഉണ്ണിയാകട്ടെ ഇറങ്ങി ഓടിയ വഴിക്കും അവൽ ഉമിയിട്ടിട്ടാണ് ഓടിയത്. ഇതേ സമയം വില്ലുമംഗലം സ്വാമിയാരും പൂജയിലായിരുന്നു. അന്നാകട്ടെ പൂജയുടെ പതിവ് സമയമായിട്ടും കൃഷ്ണനെ അവിടെ കാണുന്നില്ല. എന്താണ് പറ്റിയെന്ന് ആലോചിച്ച് നിൽക്കെ കണ്ണനെത്തി. ദേഹം ആകെ കരുപുരണ്ടിരിക്കുന്നു. കാരണം തിരക്കിയ വില്ലുമംഗലത്തോട് ഉണ്ണിക്കണ്ണൻ തന്നെ അമ്മ കലത്തിലടച്ചു വെച്ച കഥ പറഞ്ഞു. അമ്മയ്ക്ക് ഭഗവാനെ കലത്തിലടയ്ക്കാൻ കിട്ടിയ ഭാഗ്യമോർത്ത് കുറൂരമ്മയെ വില്ലുമംഗലം വാഴ്ത്തിപ്പാടി എന്നാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞ് അമ്മ അപ്രത്യക്ഷയായി. ശരീരം പോലും ബാക്കി വെക്കാതെ അമ്മ പോയത് എല്ലാവരിലും വളരെ അത്ഭുതം ജനിപ്പിച്ചു. അമ്മയുടെ മന ഭൂരിഭാഗവും നശിച്ചെങ്കിലും ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന ഒരു ചെറിയ ഭാഗം മാത്രം അവശേഷിച്ചു. 2002 നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിലാണ് അവിടെ ശക്തമായ ശ്രീകൃഷ്ണ ചൈതന്യമുണ്ടെന്ന് കണ്ടെത്തിയത്. ഒരു സ്ത്രീ രൂപത്തോടൊപ്പമുള്ള ഉണ്ണിക്കണ്ണന്റെ രൂപം വെളിപ്പെട്ടതോടെ വെങ്ങലശ്ശേരിയിൽ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രവും ഉയർന്നു. ആ അമ്മയുടെയും ഉണ്ണിയുടെയും അനുഗ്രഹം എല്ലാവർക്കും എന്നും ഉണ്ടാകട്ടെ.